വാണിജ്യ LPG സിലിണ്ടറിന് കുത്തനെ വില കൂട്ടിയതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പണിമുടക്കിന്റെ ഭാഗമായി പട്ടാമ്പിയിലെയും കൊപ്പത്തെയും മുഴുവൻ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചിട്ടു. ഓൺലൈൻ ഭക്ഷണ വിതരണവും നിർത്തിവച്ചിരിക്കുകയാണ്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, കേരള വ്യാപാരി വ്യവസായി സമിതി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ, ഹോസ്റ്റൽ ഓണേഴ്സ് ഫെഡറേഷൻ തുടങ്ങിയ പ്രമുഖ സംഘടനകളും സമരത്തിൽ പങ്കാളികളാണ്. സംഘടനകളുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധ പ്രകടനവും നടത്തുന്നുണ്ട്. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. ഇതോടെ ഹോട്ടൽ മേഖലയ്ക്ക് കടുത്ത ആഘാതം സൃഷ്ടിച്ച് സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടർ വില 3000 കടന്നു. LPG നിയന്ത്രണം കാരണം സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം അടച്ചുപൂട്ടിയ ഹോട്ടലുകൾ പതിയെ സാധാരണ നിലയിലേക്ക് വരുന്നതിനിടെയാണ് അടുത്ത ആഘാതം. നേരത്തെ സിലിണ്ടറിന് 100ഉം 150ഉം രൂപയുമൊക്കെയാണ് വർദ്ധിപ്പിച്ചിരുന്നതെങ്കിൽ ഇക്കുറി ഒറ്റയടിക്ക് 993 രൂപയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ കൂട്ടിയത്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ചെറുകിട ഹോട്ടലുകൾ, തട്ടുകടകൾ തുടങ്ങിയവയെ LPG വില വർധനവ് സാരമായി ബാധിച്ചിട്ടുണ്ട്. പ്രവർത്തന ചെലവ് കൂടുമെന്നതിനാൽ ഭക്ഷണ വിഭവങ്ങളുടെ വില കൂട്ടാനും ഹോട്ടലുകൾ നിർബന്ധിതരായേക്കും. വില കൂട്ടിയാൽ ഉപഭോക്താക്കൾക്കും അത് വലിയ തിരിച്ചടിയായേക്കും. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.